ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് ശേഷം സുരേഷ് ഗോപി ഇന്ന് തൃശൂരിലേക്ക് എത്തുകയാണ്. തിരുവനന്തപുരത്ത് വിമാനമാർഗം നെടുമ്പാശ്ശേരിയിലെത്തുന്ന സുരേഷ് ഗോപിയെ BJP പ്രവർത്തകർ കാറുകളുടെ അകമ്പടിയോടെ തൃശൂരിലെത്തിക്കും. തൃശൂർ സ്വരാജ് റോഡിൽ സുരേഷ് ഗോപി റോഡ് ഷോ നടത്തും. സൂരജ് സജിയുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ തൃശൂരിൽ നിന്ന് സൂരജ്, എപ്പോഴാണ് സുരേഷ് ഗോപി എത്തുക? ഉന്മേഷ്, മിന്നും വിജയത്തിലുള്ള ആഹ്ലാദം അത് വലിയ രീതിയിൽ പങ്കുവെക്കാൻ തന്നെയാണ് BJP ക്യാമ്പ് ഒരുങ്ങുന്നത്. ഇന്നലെ വൈകുന്നേരമെല്ലാം തൃശൂർ നഗരത്തിൽ വലിയ വിജയാഹ്ലാദ പ്രകടനം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആണ് സുരേഷ് ഗോപി തൃശൂരിലേക്ക് എത്തുന്നത്. അതൊരു ഉത്സവ പ്രതീതിയാക്കി മാറ്റാനുള്ള ഒരു നീക്കത്തിലാണ് BJP പ്രവർത്തകർ. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് വിമാനമാർഗം നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന സുരേഷ് ഗോപിയെ കാറുകളുടെ അകമ്പടിയോടുകൂടിയായിരിക്കും തൃശൂർ നഗരത്തിലേക്ക് എത്തിക്കുക. പിന്നീട് തൃശൂർ നഗരത്തിൽ ഈ നടുവിലാലിന് ചുറ്റും ഈ പ്രകടനമായി തന്നെ പോയി, കാൽനട പ്രകടനമായി തന്നെ പോയി കോർപ്പറേഷന് മുന്നിൽ അത് സമാപിക്കുന്ന തരത്തിലാണ് ആലോചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഇതിന് പിന്നാലെ സുരേഷ് ഗോപി 7 മണ്ഡലങ്ങളിലും റോഡ് ഷോ നടത്തും. ബൈക്ക് റാലി ഉൾപ്പെടെ സുരേഷ് ഗോപിയെ അനുഗമിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കനത്ത തോൽവിയിൽ LDF ക്യാമ്പും UDF ക്യാമ്പും വലിയ രീതിയിലുള്ള ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിൽ തന്നെ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രത്യേകിച്ച് ഒരു വിഭാഗം നേതാക്കൾ തോൽവിയിലേക്ക് നയിച്ചു എന്നൊരു ആരോപണം അത് കെ മുരളീധരനും ശക്തമായി ഉയർത്തുന്നുണ്ട്. അദ്ദേഹം അത് പ്രത്യക്ഷമായി പറഞ്ഞില്ലെങ്കിൽ പോലും പരോക്ഷമായി അത് പല വേദികളിലും പറയുന്നുണ്ട്. ഇന്നലെ DCC പ്രസിഡന്റ് അടക്കം വലിയ രീതിയിൽ അദ്ദേഹം വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂരിലെ സംഘടനാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് KPCC അധ്യക്ഷനോടും പ്രതിപക്ഷ നേതാവിനോടും അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഇടപെടലും ഉണ്ടാകാത്തതിനെ തുടർന്ന് താൻ പൊതുപ്രവർത്തനം തന്നെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് എന്ന് കെ മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് UDF പോകുന്നു. അതോടൊപ്പം തന്നെ LDFനെ സംബന്ധിച്ച് അവരുടെ ഉരുക്കുകോട്ടകളിലടക്കം BJP കടന്നു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അത് പുനഃപരിശോധിക്കുന്ന നടപടികളിലേക്ക് ഇടത് ക്യാമ്പും കടക്കും. ഉന്മേഷ്. ശരി സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്.